ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആഗോള കത്തോലിക്ക തിരുസഭ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ ജൂബിലിയിലൂടെ കടന്നു പോവുകയാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ആഗോള സഭയിൽ തുടങ്ങിയിട്ട് 50 വർഷം കഴിഞ്ഞു. ഈ ജൂബിലി വർഷത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ കരിസ്മാറ്റിക് നവീകരണത്തെ വിലയിരുത്തിക്കൊണ്ട് തെറ്റുകളെയും വീഴ്ചകളെയും പഠിച്ച് വിലയിരുത്തി മാറ്റത്തിന് തയ്യാറാകുന്ന ഒരു വർഷമാണ് ഇത്. എങ്കിൽ എന്തായിരിക്കണം തുടർന്നുള്ളതായ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുന്നേറ്റം? അതിന് ഒന്നാമതായിട്ട് എന്താണ് കരിസ്മാറ്റിക് നവീകരണം എന്ന് വളരെ ചുരുക്കമായിട്ടെങ്കിലും മനസ്സിലാക്കണം. അതിനു മുമ്പ് എന്താണ് കത്തോലിക്ക നവീകരണം എന്ന് ഉൾക്കൊള്ളണം. കത്തോലിക്ക നവീകരണം എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക സഭാ കേന്ദ്രമായി, ആരാധനക്രമ കേന്ദ്രീകൃതമായി ഉണ്ടാകേണ്ടതായ നവീകരണം. ഏത് രീതിയിലുള്ള നവീകരണമാണെങ്കിലും ശരി, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആരാധനക്രമ കേന്ദ്രീകൃതമായി സഭ നവീകരിക്കപ്പെടണം. അപ്പോൾ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ പല നവീകരണ പ്രസ്ഥാനങ്ങൾ കാണുന്നുണ്ട്. ഉത്തരീയ ഭക്തി ഒരു നവീകരണ പ്രസ്ഥാനമാണ്. ജപമാല ഭക്തി സഭയെ ഒത്തിരി നവീകരിച്ചിട്ടുണ്ട്. തിരുഹൃദയ ഭക്തി അതും സഭയെ നവീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവ കരുണയുടെ ഭക്തി, ഇതിൽ ജപമാല ഭക്തിയും തിരുഹൃദയ ഭക്തിയും ദൈവകരുണയുടെ ഭക്തിയും പ്രത്യേകമായി എടുക്കുമ്പോൾ ഈ മൂന്നിൻ്റെയും മർമ്മം ഇരിക്കുന്നത് ജപമാലയിലൂടെ, തിരുഹൃദയ ഭക്തിയിലൂടെ, ദൈവകരുണ ഭക്തിയിലൂടെ പരിശുദ്ധ കുർബാനയിലേക്ക് വരിക എന്നുള്ളതാണ്. ഫാത്തിമയിലെ പരിശുദ്ധയമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് മാലാഖയിലൂടെ അവർക്ക് പരിശുദ്ധ കുർബാന കൊടുത്തതായിരുന്നു. ഫാത്തിമയിലെ ദർശനങ്ങളുടെ സമാപനം നമ്മൾ കാണുന്നത് സിസ്റ്റർ ലൂസിയായ്ക്ക് നൽകപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ ദർശനമായിരുന്നു. ജപമാലയുടെ ലക്ഷ്യം പരിശുദ്ധ കുർബാനയിലേക്ക് വരാനായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാന വർഷത്തിന് ഒരുക്കമായി ജപമാല വർഷം പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അപ്പസ്തോലിക കത്തിലൂടെ ജപമാലയുടെ നീളം കൂട്ടി പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേര് കൊടുക്കാൻ കാരണം തുടർന്നു വരുന്ന വർഷത്തിൽ പരിശുദ്ധ കുർബാന പ്രകാശത്തിൻ്റെ രഹസ്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനീ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ആശയങ്ങളല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നവസഹസ്രാബ്ദത്തിലേക്ക് പരിശുദ്ധ അമ്മയും ജപമാലയും മനെ നൊബിസ്ക് ദൊബീനെ നാഥാവസിച്ചാലും തുടങ്ങിയ അപ്പസ്തോലിക കത്തുകളിലൂടെ പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ്. തിരുഹൃദയ ഭക്തിയുടെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ കുർബാനയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി എല്ലാ കത്തോലിക്ക നവീകരണങ്ങളുടെയും ലക്ഷ്യം സഭാത്മകമായി പരിശുദ്ധ കുർബാനയിലേക്ക് വരിക, സഭാത്മകമായി പരിശുദ്ധ കുർബാനയിലൂടെ സഭ നവീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് നമുക്ക് കരിസ്മാറ്റിക് നവീകരണത്തെ കാണാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് വേർതിരിച്ച് നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തെ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രൊട്ടസ്റ്റന്റ് ശൈലിയിൽ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഈശോമിശിഹായുടെ പരസ്യജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വരദാനങ്ങൾക്കും രോഗശാന്തികൾക്കും അത്ഭുതങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു നവീകരണമായിട്ട് മാറും. പക്ഷേ അല്പസ്വല്പ പാളിച്ചകളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷ്യം അതല്ല. ആത്യന്തികമായി അത് പരിശുദ്ധ കുർബാനയിലേക്ക് സഭാത്മകമായിട്ട് വരണം. ഇത് മനസ്സിലാക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിഷയത്തെ കാണാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധാരൂപി ജോൺ 23 മാർപ്പാപ്പയിലൂടെ സ്വപ്നം കണ്ടു. എന്താ? സഭയെ നവീകരിക്കണം. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ സഭ പ്രത്യേകമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സന്ദർഭത്തിൽ
സഭയെ നവീകരിക്കാൻ ജോൺ 23 മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകി കൗൺസിൽ വിളിച്ചു കൂട്ടുക. പരിശുദ്ധാത്മാവ് നൽകിയ ആ പ്രചോദനത്തിൽ ആരംഭിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആദ്യത്തെ പ്രമാണരേഖ എന്തായിരുന്നു? ആരാധനാ ക്രമത്തെക്കുറിച്ചുള്ളതായ കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു. അതിലൂടെ എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ ആവശ്യപ്പെടുന്നത്? ആരാധനക്രമത്തിലൂടെയുള്ളതായ ആത്മീയമായ നവീകരണം. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരാധനക്രമത്തിലൂടെയുള്ളതായ ആത്മീയ നവീകരണം വേണ്ടിടത്തോളം നടന്നില്ല. സംഭവിച്ചതോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിലെ 10ാമത്തെ നമ്പർ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ശേഷം ഇവിടെ ഉണ്ടായത് ദിവികാരുണ്യ ഭക്തി വളർന്നെങ്കിലും ദിവികാരുണ്യ ഭക്തി ഉപേക്ഷിക്കപ്പെട്ടു. എൻ്റെ വാക്കുകളല്ല, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നതാണ്. മാതൃഭാഷയിലെ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ തുടങ്ങിയെങ്കിലും, ജനാഭിമുഖമായി ബലിയർപ്പണങ്ങൾ ആരംഭിച്ചെങ്കിലും, ജനങ്ങളുടെ സജീവ ഭാഗഭാഗിത്വത്തിൽ വർധനവുണ്ടായെങ്കിലും, ജനങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ശതമാനം പാശ്ചാത്യ സഭയിൽ പ്രത്യേകിച്ച് വളരെയധികം പരിതാപകരമായ രീതിയിൽ അധപതിച്ചു പോയി. എന്താണ് കാരണം? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായ സഭയിലെ ആരാധനക്രമ നവീകരണത്തിലെ ചുരുക്കുന്ന പ്രവണതയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ അതിൻ്റെ ബലി സ്വഭാവത്തെ ഇല്ലാതാക്കി, വെറും വിരുന്നാക്കി, ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പ്രാധാന്യത്തെ കളഞ്ഞു, ബലിപീഠങ്ങളെ വചനവേദികളാക്കി. അവിടെ പിന്നെ പ്രത്യേകം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. എക്യുമെനിസത്തിൻ്റെ പേരിലാണെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സമ്പത്ത് നഷ്ടമായി പോയി. അപ്പോൾ ആഗോള സഭയിൽ ആരാധനക്രമത്തിലൂടെയുള്ളതായ ആധ്യാത്മിക നവീകരണമാണ് സഭ ആഗ്രഹിച്ചതെങ്കിലും ഒരു അർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമായില്ല. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു നവീകരണം വളർന്നു വന്നു. 1976 മുതൽ, ആരംഭകാലം മുതൽ അത് ഭാരതത്തിലും കേരളത്തിലും ഉണ്ടായി. പക്ഷേ അതിന് ഔദ്യോഗികമായ അംഗീകാരമൊക്കെ കിട്ടുന്നത് പിന്നീടാണ്. അത് സാരമില്ല. സാധാരണക്കാരിലൂടെ കൂടുതലായിട്ട് വന്ന ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ്. അത് അക്കമിട്ട് എണ്ണി പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ജനങ്ങളുടെ വിശ്വാസം ആഴപ്പെട്ടു, ബൈബിൾ വായിക്കാൻ തുടങ്ങി, ധാരാളം പുതിയ ഗാനങ്ങളുണ്ടായി. അങ്ങനെ ഒത്തിരി വലിയൊരു നവീകരണം ഇവിടെ ഉണ്ടായി. അതേസമയം ചില വ്യക്തികൾ, ആരുടെയും പേര് പറയുന്നില്ല, പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിലേക്ക് പോകാനും ഇടയായിപ്പോയി. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കണ്ട ആരാധനക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണത്തിലേക്ക് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഇനിയും വളരേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. അങ്ങനെ വളരണമെങ്കിൽ എന്ത് വേണം? രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനക്രമത്തെ കേന്ദ്രമായിട്ട് കാണണം. ആരാധനക്രമത്തെ കേന്ദ്രമായിട്ട് കാണണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കരിസ്മാറ്റിക്കാരായ വ്യക്തികൾക്ക് പോലും അവിടെ ഒരു ആശങ്കയുണ്ട്. ആരാധനക്രമമാണോ പ്രധാനപ്പെട്ടത്? അതെ. എന്തുകൊണ്ട്? കരിസ്മാറ്റിക് നവീകരണം തന്നെ ഒരു ക്രമമല്ലേ? കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇത് ക്രമമില്ല എങ്കിൽ അവിടെ നവീകരണമുണ്ടോ? എന്തൊക്കെയാണ് ക്രമങ്ങൾ? കൈയുയർത്തി സ്തുതിക്കണം, സുദീർഘമായിട്ട് സ്തുതിക്കണം. സുദീർഘമായ സ്തുതിപ്പില്ലാതെ കരിസ്മാറ്റിക് നവീകരണം ഉണ്ടോ? അതൊരു ക്രമമല്ലേ? കൈവച്ച് പ്രാർത്ഥിക്കണം. കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ അവസാനത്തിലെ കയ്യൊപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് അത് നടത്താനുള്ള ഉത്തരവാദിത്വമുള്ള അച്ഛൻ കൈയും കെട്ടി നിന്ന്, ശരി ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവോ? കൈവച്ച് പ്രാർത്ഥിക്കണം, തൈലാഭിഷേകം നടത്തണം. അത് ക്രമമല്ലേ? അപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. ക്രമമില്ലാതെ ഒരു കാര്യവുമില്ല. വരദാനങ്ങളെ കുറിച്ച് പറയുന്ന ആ അധ്യായത്തിൽ തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 14-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുക. അതെ, ഉചിതമായും ക്രമമായും ചെയ്യുക. അപ്പോൾ ആരാധന ക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം എന്ന് പറയുമ്പോൾ കരിസ്മാറ്റിക് ആയതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നത് അറിവില്ലായ്മയാണത്. അത് തിരുത്തിക്കൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിലെ കൂടുതലായി സഭാത്മകമായ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ നവീകരണത്തിലേക്ക് വരണം. എങ്ങനെ? ആരാധനക്രമത്തിന് സഭ നൽകാനായിട്ട് ആവശ്യപ്പെടുന്നതായ പ്രാധാന്യത്തിനനുസരിച്ച് സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളല്ല എന്നുകൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദസിദേരാവി എന്ന അപ്പസ്തോലിക കത്ത് കടമെടുക്കുകയാണ്. അത് 2022 പ്രസിദ്ധീകരിക്കപ്പെട്ടത്, പഴയതൊന്നുമല്ല. അതിൽ 3-ാമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോകാവസാനം വരെ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ സ്വപ്നം കണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ സഭയിൽ സംഭവിച്ചത് എന്താണ്? 5-ാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭ ഇത് മറന്നുപോയി. മറ്റു പല കാര്യങ്ങളുടെ ഇടയിൽ ഇത് അവഗണിക്കപ്പെട്ടു. ഞാൻ എടുത്തു പറയും, കരിസ്മാറ്റിക് ധ്യാന നവീകരണത്തിൽ നടന്നുപോയിട്ടുള്ള ഒരു സംഭവമാണിത്. ഏതാ? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അവഗണിക്കപ്പെട്ടു പോയി. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അവഗണിക്കപ്പെട്ടു പോയി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഒരു പക്ഷേ ഞാൻ പറയും, ഉൽപ്പത്തി പുസ്തകത്തിലെ സാത്താൻ ഹവ്വായോട് ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ഇന്നും പല കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും ഒരുപാട് രോഗശാന്തികൾ കൊടുക്കുന്നുണ്ട്, സ്തുതിപ്പുകളുണ്ട്, ഭാഷാവരമുണ്ട്, പ്രസംഗവരത്തിലെ ശക്തിയായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. നല്ല കാര്യം. പക്ഷേ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചോ? അവഗണിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കതാണ്, അവഗണിച്ചു. മാത്രമല്ല, 3-ാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറയുന്നുണ്ട്, എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു. ഈ തെറ്റ് സഭയിൽ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 5-ാമത്തെ നമ്പർ അവസാനിപ്പിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാനില്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുവർണ ജൂബിലി വർഷത്തിൽ ഭാവിയിലുള്ള കരിസ്മാറ്റിക് നവീകരണം എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അത് ഈശോ മിശിഹായുടെ വചനപ്രഘോഷണം പോലെ ആയിരിക്കണമെന്ന് ഞാൻ പറയും. ഈശോ മിശിഹായുടെ വചനപ്രഘോഷണം എന്ന് പറയുമ്പോൾ അവിടെ എമ്മാവൂസ് സംഭവം നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കണം. അത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ഉത്ഥാനത്തിന് ശേഷം ജെറുസലേമിന് എമ്മാവൂസിലേക്ക് ഈശോ പകൽ മുഴുവനും നടന്നു പോയപ്പോൾ, അന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ, ഞാൻ ലാസറിനെ ഉയർപ്പിച്ചെന്നും ഞാൻ കടലിന്റെ മുകളിൽ കൂടെ നടന്നെന്നും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തെന്നും മരിച്ചവർക്ക് ജീവൻ നൽകിയെന്നും തളർവാദിയെ സുഖപ്പെടുത്തിയെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. മോശ തുടങ്ങിയ ഓരോ പ്രവാചകനും തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ, എമ്മാവൂസ് സംഭവത്തിൽ നമ്മൾ കാണുന്നത് തിരുവചനങ്ങളെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്ന ഒരു കർത്താവാണ്. അതെ, ആ ഒരു നവീകരണത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. തുടർന്നുള്ള വർഷങ്ങളിലെ 2033 എന്ന മഹാജൂബിലിക്കായിട്ട് കത്തോലിക്ക തിരുസഭ ഒരുങ്ങുമ്പോൾ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിലൂടെ സഭാത്മകമായി പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്ന ആ തലത്തിലേക്ക് വളരാനായിട്ട് സാധിക്കട്ടെ. ഓർക്കുക, ഈശോ മിശിഹാ പോലും പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത്ഭുത പ്രവർത്തകരായ ശിഷ്യന്മാരെ ഈശോയെ ഉപേക്ഷിച്ച് പോയി. 7-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ നമ്പറിൽ നമ്മൾ വായിക്കുന്നത്, അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു എന്നാണ്. അതുകൊണ്ട് ഈശോ പരസ്യമായിട്ട്
സഞ്ചരിച്ചില്ല. കാരണം എന്താ? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു. ഇന്നും അത് ഒരു പരിധിവരെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സുവർണ ജൂബിലി വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തുടർന്നുള്ളതായ നവീകരണം സഭയിൽ അത്ഭുതങ്ങളിലും വരദാനങ്ങളിലും രോഗശാന്തികളിലും പ്രവചനങ്ങളിലും മാത്രം ഒതുക്കാതെ ഈശോ മിശിഹ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ സഭാത്മകമായ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമ കേന്ദ്രീകൃതമായ നവീകരണത്തിലേക്ക് വളരാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.